الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لا يستوي الذين يعلمون والذين لا يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ വിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി മുത്തഖിയായി അതോടൊപ്പം മുവഹ്ഹിദായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് സ്വർഗാവകാശിയായി യാത്ര പോകാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാർത്ഥി ലോകം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യവേന അവധിക്ക് ശേഷം മദ്രസകളും സ്കൂളുകളും തുറന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിദ്യ നുകരുക, കരസ്ഥമാക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്ത ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളെല്ലാവരും. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിജ്ഞാനം അന്വേഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാത്ത ബാധ്യതയാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. വിജ്ഞാനവും വിദ്യാഭ്യാസവും അമൂല്യമാണ്. അതിനെത്രത്തോളം വിലയുണ്ട്, നിലയുണ്ട്, മൂല്യമുണ്ട് എന്ന് നിർവചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. സമ്പത്തും സ്വാധീനവും അധികാരവും ഭൗതിക ലോകത്തിന്റെ മറ്റേത് വിഭവങ്ങളുണ്ടായാലും വിദ്യാഭ്യാസത്തിന് സമമായി സമാനമായി മറ്റൊന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, ലാ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല. സമ്പത്തുണ്ടായാലും അധികാരമുണ്ടായാലും സ്വാധീനമുണ്ടായാലും ബാങ്ക് ബാലൻസ് ഉണ്ടായാലും ബിസിനസ്സിലെ പങ്കാളിയായിരുന്നാലും വിജ്ഞാനമുള്ളവനും അതില്ലാത്തവനും ഒരിക്കലും ഈക്വലല്ല, സമമല്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പഠിച്ച ഒരാളും പഠിക്കാത്ത ഒരാളും തമ്മിലുള്ള അന്തരം ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. സാധാരണക്കാരിൽ നിന്ന് പ്രവാചകനായ ഞാൻ എങ്ങനെ വ്യത്യസ്തനാകുന്നുവോ, പഠിച്ചവനും പഠിക്കാത്തവനും ഒരു സാധാരണക്കാരനും പ്രവാചകനും തമ്മിലുള്ള അന്തരമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്മാരെന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖാണ്. സാധാരണ നമ്മളെ പറ്റിയുള്ള അപരാധം എന്താ പറയുക, നമ്മള് പ്രവാചകനെ സാധാരണ മനുഷ്യന്മാരാക്കിയതാണ്. അഷ്റഫുൽ ഖൽഖാണ്. വഹി കിട്ടുക എന്നുള്ള അമൂല്യമായിട്ടുള്ള പദവി പ്രവാചകന്മാർക്കുണ്ട്. അത് മാറ്റിവെച്ചാൽ പ്രവാചകന്മാർ സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ ഒരു മനുഷ്യനും പ്രവാചകത്വം കിട്ടിയ വഹിയ കിട്ടിക്കൊണ്ടിരിക്കുന്ന, നാളെ പരലോകത്ത് ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വസീല ഫദീല എന്ന സമുന്നതമായ പദവി കാത്തിരിക്കുന്ന പ്രവാചകനും സാധാ വിശ്വാസിയും തമ്മിലുള്ള അന്തരമാണ് അറിവുള്ളവനും അറിവില്ലാത്തവനുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂർണ്ണ ചന്ദ്രനും ആകാശത്തുള്ള മറ്റുള്ള നക്ഷത്രങ്ങളും തമ്മിലുള്ള അന്തരം എത്രത്തോളമുണ്ടോ, നക്ഷത്രവും അതുപോലെ തന്നെ പ്രശോഭിതമായിട്ടുള്ള ചന്ദ്രനും തമ്മിലുള്ള അന്തരമാണ് വിജ്ഞാനമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ പിൻതലമുറക്കാരാണ്, പിൻഗാമികളാണ്, അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. വഇന്നൽ അംബിയാ ലം യുവറസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കന്മാർ തന്റെ പിൻഗാമികൾക്ക് ദിർഹമോ ദീനാറോ സമ്പത്തോ അല്ല അവർക്ക് പകർന്നു കൊടുക്കുന്നത്. വഇന്നമാ വറസുൽ ഇൽമ. അവർ പകർന്നു കൊടുക്കുന്ന ഇൽമാണ്, വിജ്ഞാനമാണ്, വിദ്യാഭ്യാസമാണ്, അറിവാണ്. ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദിൻ വാഫിർ. ആ പണ്ഡിതന്മാരിൽ നിന്ന്, അറിവുള്ളവരിൽ നിന്ന് ആരാണോ അറിവ് നേടുന്നവൻ അവൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിലാണ് എന്ന് വിശുദ്ധ വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സ്വർഗം കിട്ടുക എന്നതാണ്. അതിന് നമ്മൾ ഈ പണിയെടുക്കണമൊക്കെ. നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പ് നോൽക്കുന്നതും ദീനിന്റെ ദഅ്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതും സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ. വിദ്യാഭ്യാസം നുകരുന്ന, അറിവിന് വേണ്ടി നെട്ടോട്ടമോടുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ചില വിദ്യാർത്ഥികളെ അവരെ ബാഗ് ഒന്ന് തൂക്കി വെക്കണം. എത്ര കിലോനുണ്ടാവുക? അവരെക്കാളും തൂക്കമുള്ള ബാഗും ഇട്ടുകൊണ്ട് പ്രയാസപ്പെട്ട് രാവിലെ 7:30 വീട്ടിൽ നിന്നിറങ്ങി
വൈകുന്നേരം തിരിച്ചു വരുന്ന ക്ഷീണിതരായി വരുന്ന ഒരു വിദ്യാർത്ഥിയില്ലേ, പ്രവാചകൻ പറഞ്ഞു, മൻ സലക ത്വരീകൻ യൽതമിസു ഫീൽ ഇൽമ സഅലല്ലാഹു ലഹു ത്വരീകൻ ഇലൽ ജന്ന. വിദ്യാഭ്യാസം അന്വേഷിച്ചുകൊണ്ട്, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് അത് മുഖേന അല്ലാഹു സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത, അല്ലാഹുവിനെ നിരന്തരം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, തസ്ബീഹും തഹ്ലീലും തക്ബീറും മാത്രം പറയുന്ന മലായികത്തുകൾ വിദ്യാർത്ഥികൾക്ക് കാരുണ്യത്തിന്റെ, കാവലിന്റെ, സംരക്ഷണത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. വഇന്നൽ മലായിക ലതദഉ അജ്നതിഹാ ലിൽ ത്വാലിബിൽ ഇൽമി. വിജ്ഞാനം അന്വേഷിക്കുന്ന ആളോടുള്ള ഇഷ്ടം കൊണ്ട്, താല്പര്യം കൊണ്ട് അവരുടെ ചിറകുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ഒരു വിദ്യാർത്ഥിക്ക്, എന്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികൾ, പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, ആകാശഭൂമിയിലുള്ള സർവരും വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പറവകളും സസ്യങ്ങളും കടലുകളും ആറുകളും അരുവികളും തോടുകളും പുഴകളും പക്ഷികളും എല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ പറഞ്ഞെങ്ങനെ അറിയങ്ങള്, ആഴിയിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന മത്സ്യം പോലും, ഹൂത്ത് ഹീത്താൻ എന്നൊക്കെ പറഞ്ഞാല് മത്സ്യാണ്, സാഹിബുൽ ഹൂത്ത് വദന്നൂൻ എന്നൊക്കെ പറഞ്ഞ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തില്ലേ. ബഹറിലൂടെ, സാഗരത്തിലൂടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാളത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ വരെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു സൗഭാഗ്യ. ഇതൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിൽ വരെ, ഞങ്ങളൊന്നും വിദ്യാർത്ഥികളല്ലോ, ആ കാലൊക്കെ കഴിഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഡിഗ്രിയുടെയും ഡിപ്ലോമയുടെയും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരാൾ മരിക്കുന്നത് വരെ വിദ്യാർത്ഥിയാ. കോളേജിലും വിദ്യാലയങ്ങളിലും സ്കൂളുകളിലുമുള്ള പോക്ക് നിർത്തിയാലും അവൻ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കണം. ഇന്നലെ അറിയാത്തത് ഇന്നറിയുന്നു, ഇന്നറിയാത്തത് നാളെ അറിയുന്നു. ഹൈടെക് ടെക്നോളജിയുടെ ഏറ്റവും ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ലോകം പുതിയ പുതിയ സ്റ്റെപ്പിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ പൂർവികരായ ആളുകൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ അധ്യാപകൻ പോലും വിയർത്ത് കുളിക്കുന്ന ഹൈടെക് ടെക്നോളജി, ഡിജിറ്റൽ. അധ്യാപകൻ പറഞ്ഞ ഉത്തരം ശരിയല്ല, അങ്ങനെ നോക്കിയിട്ടാ നിങ്ങൾ പറഞ്ഞു ശരിയല്ല, ഇതല്ല കറക്റ്റ് ആൻസർ. എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകനെ പോലും ചോദ്യം ചെയ്യുക. ഇന്ന് അധ്യാപകരെക്കാളും അറിവ് വിദ്യാർത്ഥികൾക്കാണെന്ന് പറഞ്ഞാൽ അത് അധികാവൂല, നമ്മളെ മനസ്സെടുത്തൂല. ഇപ്പൊ നമ്മളെ പഴയ നോക്കിയ ഫോൺ എടുത്തേണ്ട ഈ കാലഘട്ടത്തിലെ ഒരു സോഫ്റ്റ്വെയർ, അതല്ലെങ്കിൽ ഒരു ആപ്പ്, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുമോ? സാധാരണ പറയുന്ന 1000 പേര് ഉപയോഗിക്കുന്ന പണ്ടത്തെ ആ മൊബൈലില്ലേ, ആ മൊബൈലില് ഇക്കാലഘട്ടത്തിലെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കയറ്റാൻ കഴിയാത്തതുപോലെയാണ് പഴയ ജനറേഷന് പുതിയ ജനറേഷന്റെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് പഠിക്കണം. മുമ്പൊക്കെ എഴുത്തും വായനയും
അറിയാത്ത ആളുകളായിരുന്നു ഉമ്മിയ്, നിരക്ഷര്. ആധുനിക ലോകം പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തവനാണ്. ഈ ഹൈടെക് യുഗത്തിലെ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഈ കാലഘട്ടത്തിലെ നിരക്ഷരൻ. 4ഉം 5ഉം വേണ്ട, 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ എടുത്തൊക്കെ നിങ്ങള് ഒരു സെർച്ച് ചെയ്യാത്തുണ്ടാവില്ല. ഓൾക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ നിമിഷങ്ങൾ മതി. നമ്മൾ അന്തം വിട്ടുവെക്കും. ഇതൊന്നും നോക്കിയാ, ഈ മൊബൈലിൽ നോക്കിയാൽ നമ്മള് പുതിയ ജനറേഷൻ കൊടുക്കുക. എന്താ ലോകം ഓലൊപ്പം എത്തണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, പഠനം നിർത്താനായിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും വായനയിലൂടെ പുതിയ അറിവുകളും പുതിയ സംഗതികളും സാങ്കേതിക വിദ്യകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 6236 ആയത്താണ് ഖുർആനുള്ളത്. അതില് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജീർണതകളും ബൗദ്ധ വിശ്വാസങ്ങളുമുള്ള കാട്ടറബികളോട് ആദ്യമായി ഖുർആൻ പറഞ്ഞെന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിലാണ് വിദ്യാഭ്യാസം തുടങ്ങേണ്ടത്, വായന തുടങ്ങേണ്ടത്. വായനയുടെ പ്രാധാന്യം അസ്തമിച്ചിട്ടില്ല. ഏത് ഹൈടെക് ഡിജിറ്റൽ വന്നാലും വായനയുടെ പ്രാധാന്യം ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇഖ്റ, വായിക്കണം, അറിവ് നേടണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, അണ്ഡവും ബീജവും കൂടിച്ചേർന്ന ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് മറക്കണ്ട. നിങ്ങൾ അലക്ക് എന്നുള്ള പദം തന്നെ അത്ഭുതമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ വിദ്യാലയത്തിന്റെ പടിവാതിൽക്കൽ പോലും കയറി ചെല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞതാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണെന്നാണ്. അലക്കെന്നുള്ള പദം രക്തപിണ്ഡം, അട്ട, ചവച്ചരച്ചത്. ഈ 3 അർത്ഥമുണ്ട് ആ പദത്തിന്. ഈ 3 അർത്ഥവും സൂട്ടബിളാ. ബീജസങ്കലനം നടന്ന ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയെ പോലെ ചവച്ചരക്കപ്പെട്ട ഒരു മാംസപിണ്ഡമായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് ആദ്യം ഇഖ്റ. വീണ്ടും പറഞ്ഞു ഇഖ്റ. വായന നിർത്താനായിട്ടില്ല കേട്ടോ. ടിവിയും മൊബൈലും സംഗതികളും ഒക്കെ വന്നപ്പോൾ പുസ്തകങ്ങൾ വിശ്രമിക്കുക. നമ്മളെ വീട്ടിലൊക്കെ എല്ലാ വകുപ്പ് ട്രാൻസ്ലേഷൻ ഉണ്ടായാലും അല്ലെ, അമാനി മൗലവിന്റെ തഫ്സീറൊക്കെ ഉണ്ട്. എത്ര ആൾക്കാർ എന്ന് മറച്ചു നോക്കിയതാ. 4 വാള്യങ്ങൾ കൊണ്ടു നടക്കാൻ 1500ഉം 2500ഉം പേജുകളുള്ള അത് കൊണ്ടുനടക്കാൻ ചെറിയൊരു സോഫ്റ്റ്വെയർ ആപ്പ് മതി. പക്ഷെ വായിക്കാൻ സന്നദ്ധരായ ആരുണ്ട്? ഇഖ്റ, വായിക്കണം. വറബ്ബുക്കൽ അക്രം. നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ മനുഷ്യന്മാർ ഒരു പേന കീസില്ല എന്താണ്. അന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, പേന കൊണ്ട് നിന്നെ പഠിപ്പിച്ച നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അറിയാത്തത് മുഴുവൻ നിങ്ങളെ പഠിപ്പിച്ചു. കരയാൻ മാത്രം അറിയുള്ളൂ നമുക്ക്. ജനിച്ചു വീണ ഒരു സന്താനത്തിന്, നവജാത ശിശുവിന് തന്റെ വികാരങ്ങളും തന്റെ വേദനകളും തന്റെ താല്പര്യങ്ങളും പ്രകടമാക്കാൻ കരയാൻ മാത്രം അറിയുന്നു. എല്ലാം പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കൈയിന്റെ വിരലുകൾ നിയന്ത്രിക്കാൻ തലച്ചോറിൽ നിന്ന് വരുന്ന നാഡീ നരമ്പുകളുടെ കണക്കനുസരിച്ച്, തോതനുസരിച്ച് നമ്മുടെ കൈയിന്റെ വലിപ്പം ഒരു ആനയുടെ കാലിന്റെ വലിപ്പം അത്രയും വേണ്ടിയിരുന്ന. എന്തിനാണ് ഈ കൈയിന്റെ തുമ്പുകളെ നിയന്ത്രിക്കുന്നത്? എഴുതാൻ. ചെറിയ കുട്ടികൾ ഇങ്ങനെ പിടിച്ചേണ്ടതുള്ളൂ. എന്താ കാരണം? അത് കൺട്രോൾ ചെയ്യാനായിട്ടില്ല. കൈയിന്റെ വിരലുകള്, തുമ്പുകള് നിയന്ത്രിക്കാനായിട്ടില്ല. കാട്ടറബിയോടെ വായിക്കണം, പഠിക്കണം. സഹോദരങ്ങളെ, നമ്മൾ ഒരു 10 കൂടി വായിച്ചില്ല. അവനാണ് കച്ചവടക്കാരാണെങ്കിൽ, സ്വർണ്ണാണെങ്കിൽ സ്വർണത്തിന്റെ കണക്ക് വെക്കും.
അല്ലെ? ഓരോന്ന് അവനാന്റെ ഭാഗം മാത്രം. സ്പോർട്സ്, ഒരു വിദ്യാർത്ഥിക്ക് സ്പോർട്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ പേജ് മാത്രം. കല്യാണം അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിവാഹത്തിന്റെ പരസ്യം. അല്ലാതെ ആരോ വായിക്കല്? വായന നിർത്താനായില്ല. വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമ്മുടെ ഒരു കവി പറഞ്ഞതാ, വായിക്കണം സഹോദരങ്ങളെ, വായന നിർത്താനായില്ല, പഠിക്കണം നമ്മള്. ഇതൊക്കെ പഠിപ്പിച്ച നിങ്ങൾ ആലോചിച്ചു, വിജ്ഞാനം വിശ്വാസിയുടെ കളഞ്ഞുപോയ നിധിയാണെന്ന. നമ്മളൊരു നിധി, നമ്മളൊരു സ്വർണ്ണാഭരണം, ഒരു ഗോൾഡ്, ഒരു വള, ഒരു റിങ്, ഒരു മാല, അത് പോയാൽ തരാത്ത സ്ഥലം ഉണ്ടാവുമോ? കുന്തം പോയാൽ കുടത്തിനും വരെ തരണം എന്നാ ചെല്ല്. തരാത്ത സ്ഥലമല്ല, ക്ലോസറ്റിൽ വരെ പോയി പഠിച്ചവനെ കുട്ടികളെ കൊണ്ട് ഇട്ടോ. ഇതേപോലെയാണെന്ന വിജ്ഞാനവും അറിവും വിദ്യാഭ്യാസവും എവിടെ കണ്ടാലും കളഞ്ഞു പോയ ഒരു നിധിയെ സ്വന്തമാക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹമില്ലേ? അറിയും, ഒരു സദസ് ഖുർആൻ ക്ലാസ് അതുപോലെ അല്ലേ, ഞാൻ വേണ്ട, അതൊക്കെ ഞാൻ പഠിച്ചതല്ലേ, ലേണിംഗ് ക്ലാസ്സാ, ആടെന്താ പഠിപ്പിച്ച? ഇങ്ങനെ മാറിക്കാൻ പാടില്ല നമ്മള്. എവിടെ കണ്ടാലും വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും മുത്തുകൾ നിങ്ങള് പൊറുക്കിയെടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ പഠിപ്പിക്കുന്ന, ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്ന ഖുർആനിന്റെ അനുയായികൾ 1921 കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഹറാമ്, ആര്യനെഴുത്ത് ഹറാമ്, സ്ത്രീ വിദ്യാഭ്യാസം ഹറാമ്, മദ്രസ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാലുണ്ട്. ആലോചിച്ച് നോക്കി, മദ്രസ എന്ന് എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ മീമാണല്ലോ. ജഹന്നം എന്ന് എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ ലെറ്റർ മീമാണ്. നരകത്തിക്ക് പോകുന്ന മദ്രസക്ക് നിങ്ങൾ കുട്ടികളെ പറഞ്ഞയച്ചാൽ അതിന്റെ അവസാനം ജഹന്നമാണ് എന്ന് പാതിരാ പ്രസംഗങ്ങളിൽ വയല് പറഞ്ഞ് നമ്മുടെ പാതിരിമാര്, നമ്മളെ മല്ലാക്കന്മാര് വൈദ്യല്ലി ഒരു കാലത്തും ഒരിക്കലും കുട്ടികളെ മദ്രസക്ക് പറഞ്ഞേക്കാൻ പാടില്ല. 1913 വാഴക്കാട് വെച്ച് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടക്കം കുറിച്ച മദ്രസ പ്രസ്ഥാനം ഇന്ന് 10 ലക്ഷത്തിലധികം കുട്ടികൾ 10,000 മദ്രസയിൽ പഠിക്കുകയാണ്. ആ പറഞ്ഞോലെ ഉത്തരവും അതുപോലെ തന്നെ ഫത്വയും പിൻവലിച്ചിട്ടില്ലെന്ന് ഓൽക്കാരം ഏറ്റവും കൂടുതൽ മദ്രസ. ഞങ്ങൾക്കാണോ കൂടുതൽ മദ്രസ? കുറച്ചാണ്ട് പിന്നോട്ട് പോയാൽ ഇസ്ലാഹി പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനവും ഇവിടെ കാണിച്ച നവോത്ഥാനം ഒരാളും അംഗീകരിക്കില്ലെങ്കിലും നമുക്ക് പിന്നാലെ ഇപ്പൊ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം മാറ്റിയെടുപ്പം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലത്ത് എത്തി. എന്ത് എഴുതിയാലും സുജൂദ് ചെയ്യണ സ്ഥലത്തിന് അറബിയിൽ പറഞ്ഞ പേര് മസ്ജിദ് എന്നാണ്. നമ്മളെ പിന്നാലെ ഇങ്ങനെ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നരകത്തിലെ ഭാഷ ഇംഗ്ലീഷ് അല്ലെ? നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിനെ അവഗണിച്ചിരുന്ന ആ വിഭാഗം ഓല അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ലെക്ചറിങ് അല്ലെ? ഞാൻ ഒരു പേരും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയല്ലോ. എല്ലാരും അറിയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിലുള്ള വിപ്ലവ സഹോദരങ്ങളെ നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. അന്ന് ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ആ ചോക്കുപൊടി താഴോട്ട് വീണാൽ ആ ചോക്കുപൊടിയിൽ ചവിട്ടാൻ ഇടവന്നാൽ ഖുർആനിനെ അവഗണിക്കലാണ്, അനാദരിക്കല. ലെറ്റർ എഴുതി ഖുർആൻ പരിഭാഷക്കെതിരെ, ഖുർആൻ പരിഭാഷക്കെതിരെ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഫത്വകളും ഗ്രന്ഥങ്ങളും തഹ്ദീർന മുന്നറിയിപ്പുന്ന എന്ന് പറഞ്ഞോൽക്കാണ് തോന പരിഭാഷ. ഖുർആൻ ക്ലാസ്സിലാക്കുകയാണോ പറഞ്ഞു? ഖുർആന് ക്ലാസ്സിലാക്കുകയാണോ? അപ്പൊ അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖലയിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. ഇന്നിപ്പോ അറിവിന്റെ കുറവൊന്നുമല്ല, കുറെ പഠിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ആ പഠനത്തിൽ നിന്ന് തിരിച്ചറിവ് വേണം. ഞാൻ ആരാ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് എന്റെ ലക്ഷ്യം? എനിക്ക് ആരോടൊക്കെ ബാധ്യതയുണ്ട്? ജന്മം നൽകിയ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും എന്നെ ഞാനാക്കിയ എന്റെ അധ്യാപകരോടും
എനിക്ക് ബാധ്യതകളും കടമകളും ഉണ്ട് എന്ന് തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം. ഒരു കോളേജിൽ വന്ന ഗസ്റ്റിന് സമ്മാനിച്ചത് എന്താ നിങ്ങള്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉഗ്രവിഷമുള്ള ഒരു പെരുമ്പാമ്പിനെ, പെരുമ്പാമ്പല്ല, ഒരു പാമ്പിനെ അവര് കൊടുക്കുക. പെരുമ്പാമ്പിന് വിഷമല്ലോ അല്ലെ? അപ്പൊ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ തന്റെ ആർട്സ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന കോളേജിലേക്ക് സമ്മാനിക്കുന്ന മക്കള്. നമ്മളൊക്കെ മനസ്സിലാക്കിയ എന്തേലും, ഉസ്താദ് ഇങ്ങനെ എണീക്കുമ്പോ ഉസ്താദിന്റെ ചെരുപ്പ് ശരിയാക്കി കൊടുത്തിരുന്നു നമ്മളെ ആൾക്കാർ മുമ്പ്. ഇപ്പൊ ഉസ്താദിന്റെ ചെരുപ്പെങ്ങാനും കഴിച്ചിട്ടാൽ അത് എവിടെ എത്തിയെന്നറിയില്ല. ഒരാൾ അങ്ങോട്ട് തട്ടി, മറ്റാൾ അങ്ങോട്ട് തട്ടി, ഇങ്ങോട്ട് തട്ടി, അല്ലെ? കരിയോൽ പ്രയോഗങ്ങളും. ഇന്നൊരു കുട്ടിയെ തമ്മിൽ കച്ചറ കൂടുന്ന കണ്ടാല് അധ്യാപകനെ ഇടപെടാൻ കഴിയില്ല. അധ്യാപക പ്രതിയ, ഗുണദോഷികൾ പ്രതിയ. രക്ഷിതാക്കൾക്ക് നേരെ ചെല്ലി ഞങ്ങൾ ആലോചിച്ചു, എങ്ങനെ പഠിപ്പിക്കും? 3-4 കുട്ടികളുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ വാക്കുകൾ മാനിക്കാതെ നമുക്ക് തലവേദനാകുക. 30-40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ അറിയാവുന്ന അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗുണദോഷിക്കുക, ഒന്ന് ശകാരിക്കുക ചെയ്താൽ പ്രതിയായി ജയിലിൽ പോകേണ്ടി വരും. നിയമം അങ്ങനെ. റെസ്പെക്ട്, ആദരവ് അന്യമായി കൊണ്ടിരിക്കുക. കുറെ പഠിച്ചിട്ട് കാര്യമില്ല. H2O, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ജലം ഉണ്ടാകുമെന്ന് പഠിക്കുന്ന കുട്ടി ദാഹിച്ച് വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് തിരിച്ചറിവുള്ളത്? ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം. 6 വിരലുള്ള ഒരു വിരൽ നീക്കം ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് നാവാണ് ഒരു പണിയെടുത്തത്. ഞാൻ ഒരു ഓപ്പറേഷന്റെ മുമ്പ് ചിലപ്പോൾ എന്താ പറയുക, ഡോക്ടർ ഈ വലത്തെ കാലിനട്ട കേട്. കാരണം എന്താ പറയുക, ഞാൻ ഈ വാർത്തയിലെ കേൾക്കുന്നത്, ഈ വാർത്ത കാരണം ഇതൊക്കെ എന്തൊക്കെ ഒരു പരിപാടി. രോഗി മരിച്ചു കഴിഞ്ഞാൽ ICUയിൽ ഇട്ടിങ്ങനെ 2-3 ദിവസം ഓക്സിജന്റെയും ICUയുടെയും ഒക്കെ വാടകയും ഓപ്പറേഷന്റെ കാശും കണ്ടുകൊണ്ട് മരിച്ച് ജീവനില്ലാത്ത ആളെ ICUയിൽ ഇട്ടിട്ട് കാശ് വാങ്ങാം. ഇങ്ങനത്തെ ഡോക്ടർമാർ നമുക്ക് വേണോ? ബഹിരാകാശത്ത് പോയി 1ാമത്തെ ബഹിരാകാശിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയി ഉന്നതങ്ങളിലേക്ക് പോകാനുള്ള അറിവും വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും പഠിപ്പിച്ച ദൈവം നൽകിയിട്ടുള്ള ആ തൗഫീഖില്ലേ, അതിനെ മറന്നുകൊണ്ട് മൂപ്പര് പറഞ്ഞെന്താ അറിയോ? ആകാശങ്ങളുടെ ഉന്നതങ്ങളിൽ ഞാൻ ചെന്നു, നിങ്ങൾ പറഞ്ഞ പടച്ചോൻ അവിടെ കണ്ടില്ല. അങ്ങനത്തെ ഒരു പടച്ചോനില്ല. ഇങ്ങനത്തെ ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് വേണോ? വേണോ? അറിവിനോടൊപ്പം തിരിച്ചറിവും സംസ്കാരവും അദബും അതുപോലെ തന്നെ ആദരവും പഠിക്കുന്ന നല്ല കുട്ടികൾ വളർന്നു വരാനുള്ള കുറച്ച് ഭൗതികം മാത്രം കൊടുത്താൽ പോരെ നമുക്ക്. അതിനോടൊപ്പം മതബോധം നമുക്ക് 5 വരെ പറഞ്ഞേക്കാൻ നമുക്ക് ഒഴിവില്ല. അതന്നെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ്, അതന്നെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കട്ട്. ഏതിനാണ് നമുക്ക് പ്രാധാന്യം? നമുക്ക് ഒരു ചിറ്റമ്മ നയ സ്കൂളിനോടും മദ്രസയോടും നമുക്ക്. ഈ മദ്രസ വിദ്യാഭ്യാസമായിരിക്കും നാളെ പരലോകത്തുണ്ടാകുക. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കുറെ പഠിപ്പിച്ച്, എൻ്റെ മകന് ഡോക്ടർ, ഒരാൾ എഞ്ചിനീയറാ, ഒരാൾ UK, ഒരാൾ ലണ്ടനില, ഒരാൾ അമേരിക്കയില. അവരെല്ലാരും കൂടി ഇന്ന ഈ നിലയിലാക്കി, ഞാൻ ഓലെ പഠിപ്പിച്ച് വലിയ ആളാക്കി, ഓലെല്ലാരും കൂടി എന്നെ ഈ നിലയിലാക്കി എന്ന് വൃദ്ധസദനത്തിന്റെ ഓൾഡ് ഏജ് ഹോമിന്റെ ഇരുട്ടറയിൽ നിന്ന് ഖേദിക്കുന്ന മാതാപിതാക്കൾ. എന്തിനാ കുറെ വലുതാക്കിയിട്ട് കാര്യം? ഇന്ന് മക്കളില്ലാത്തതിനേക്കാളും വലിയ സങ്കടം എന്താ? നിങ്ങള് ഉള്ള മക്കള് പറഞ്ഞത് കേൾക്കണില്ല. ഈ അഭിപ്രായം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉസ്താദ് നിസ്കരിച്ചാൻ പറഞ്ഞാൽ നിസ്കരിച്ചൂല, എന്ത് പറഞ്ഞാലും കേൾക്കൂല, റബ്ബറിന്റെ പന്ത് എറിഞ്ഞ മാതിരി, അതിനേക്കാൾ ഊക്കിലിട്ട് വരിക അല്ലേ? മതബോധവും സദാചാര ബോധവും ഞാൻ ആരാണ്, എനിക്ക് ആരോട് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം നൽകിയാൽ കൈ കടിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ എതിരല്ല. നമ്മൾ അതിന്റെ ബേസായിട്ട് ഒരു കുട്ടിക്ക് തിരിച്ചറിവ് വരുന്ന
അവർ ടീനേജ് പ്രായം, പൊട്ടിത്തെറി എന്ന് നമ്മൾ പറയുന്ന ടീനേജ് 13 മുതൽ അല്ലെങ്കിൽ 12 മുതൽ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകണമെന്ന 7 വയസ്സായി തുടങ്ങിയാൽ വിദ്യാഭ്യാസം കൊടുക്കാനാണ് പ്രവാചകൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരം 7 വയസ്സായാൽ ശീലിപ്പിക്കണം, 10 ആയിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണം. പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടാകണം. നാളെ പരലോകത്തേക്ക് കൂടി ഉപകരിക്കുന്ന നല്ല മക്കൾ ഉണ്ടാകുന്ന നല്ല രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി